നമസ്കാരം, ഫുട്ബോൾ ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. യൂറോ റൗണ്ട് ഓഫ് 16-ൽ ഫ്രാൻസിനും പോർച്ചുഗലിനും വിജയം. ഇരുവരും ക്വാർട്ടർ ഫൈനലിൽ ഏറ്റുമുട്ടും. റൗണ്ട് ഓഫ് 16-ൽ ഫ്രാൻസ് കരുത്തരായ ബെൽജിയത്തിനെതിരെ എതിരില്ലാത്ത ഒരു ഗോളിനാണ് വിജയിച്ചു കയറിയത്. ബെൽജിയം പ്രതിരോധ താരം യാൻ വെൻറ്റോർഗിൻ്റെ ഒരു ഓൺ ഗോളാണ് ഫ്രാൻസിനെ രക്ഷിച്ചെടുത്തത്. ഈ ടൂർണമെൻറ്റിൽ ഇരു ടീമുകളുടെയും പ്രകടനം മികച്ചതായിരുന്നില്ല എന്നിരിക്കെ തമ്മിൽ ഭേദം ഫ്രാൻസ് ആയതുകൊണ്ട് അവർ തന്നെ വിജയിച്ചു കയറി. കിലിയൻ എംബപ്പെ, ഗ്രീസ്മാൻ, മാർക്കസ് തുറാം എന്നീ ശക്തമായ മുന്നേറ്റത്തിനുമായി ഇറങ്ങിയ ഫ്രാൻസിന് പക്ഷേ ഗോൾ നേടാൻ 85-ാം മിനിറ്റ് വരെ കാത്തിരിക്കേണ്ടി വന്നു. അതും ഓൺ ഗോൾ. ഫ്രാൻസിൻ്റെ യൂറോ 2024-ലെ സ്ഥിരം പല്ലവി. ഈ ടൂർണമെൻറ്റിൽ ഫ്രാൻസിൻ്റെ ഏക ഗോൾ സ്കോറർ അത് എംബപ്പയാണ്, അതും ഒരു ഗോൾ പെനാൽറ്റിയിലൂടെ. ഇതിനേക്കാൾ കൂടുതൽ ഓൺ ഗോളുകളാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. പന്തടക്കത്തിലും ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലും ഫ്രാൻസ് തന്നെയാണ് മുന്നിട്ട് നിന്നത്. എങ്കിലും ഗോൾ മാത്രം അകന്നു നിന്നു. ഇതിനിടയിൽ ഗോളെന്നുറപ്പിച്ച ഒരു ബെൽജിയം നീക്കം ഫ്രാൻസ് പ്രതിരോധ താരം ഹെർണാണ്ടസാണ് തട്ടിത്തെറിപ്പിച്ചത്. പിന്നീട് സബ്ബായി ഇറങ്ങിയ കൗലോ മുവാനിയാണ് ഫ്രാൻസിൻ്റെ രക്ഷയ്ക്കെത്തിയത്. അദ്ദേഹത്തിൻ്റെ ഒരു ഷോട്ട് ബെൽജിയം താരം വെൻറ്റോർഗിൻ്റെ കാൽ തട്ടി ഓൺ ഗോൾ ആവുകയായിരുന്നു. ഇനി റൗണ്ട് ഓഫ് 16-ൽ പോർച്ചുഗലും സ്ലോവേനിയയും തമ്മിൽ നടന്ന മത്സരം. സാക്ഷാൽ ക്രിസ്ത്യാനോയ്ക്ക് തന്നെ പെനാൽറ്റിയിൽ പിഴച്ച മത്സരം. റോബർട്ടോ മാർട്ടിനസും സംഘവും ഇനി എത്ര ദൂരം എന്ന് തോന്നിപ്പിച്ച മത്സരം. സ്ലോവേനിയയുമായി പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് അവർ വിജയിച്ചു കയറിയത്. ഷൂട്ടൗട്ടിൽ ഗോൾ കീപ്പർ ഡിയാഗോ കോസ്റ്റയാണ് അവരെ രക്ഷിച്ചെടുത്തത്. സ്ലോവേനിയയുടെ 3 പെനാൽറ്റികളും അദ്ദേഹം തട്ടിയകറ്റുകയായിരുന്നു. ഷൂട്ടൗട്ടിൽ പോർച്ചുഗലിന് വേണ്ടി ഗോളുകൾ നേടിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ, ബ്രൂണോ ഫെർണാണ്ടസ്, ബെർണാഡോ സിൽവ എന്നിവർ ചേർന്നാണ്. കളിയിൽ പോർച്ചുഗലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചതും ഇവർ തന്നെ. മത്സരത്തിൽ പോർച്ചുഗലിന് തന്നെയായിരുന്നു ആധിപത്യം. കളിയിൽ ഉടനീളം സ്ലോവേനിയയുടെ ബോക്സിൽ പോർച്ചുഗൽ താരങ്ങൾ വിസിറ്റ് നടത്തുന്നുണ്ടായിരുന്നെങ്കിലും ഗോൾ മാത്രം നേടാൻ സാധിച്ചില്ല. മത്സരത്തിൻ്റെ 5-ാം മിനിറ്റിൽ ലഭിച്ച മികച്ച അവസരം റൂബൻ ഡയസ് നഷ്ടപ്പെടുത്തുന്ന കാഴ്ചയും കണ്ടു. മത്സരത്തിൽ സ്ലോവേനിയൻ പ്രതിരോധ താരങ്ങളുടെ പ്രകടനം എടുത്തു പറയണം. റോണോയുടെ ശ്രമങ്ങളും മോശമായിരുന്നില്ല. അദ്ദേഹം തൊടുത്ത ഒരു ഫ്രീ കിക്ക് നേരിയ വ്യത്യാസത്തിൽ വഴിമാറിപ്പോകുന്നത് നമ്മൾ കണ്ടു. ഇതിനിടയിൽ കിട്ടുന്ന അവസരങ്ങൾ സ്ലോവേനിയയും അവരുടെ ഭാഗ്യം പരീക്ഷിച്ചു. കളി 90 മിനിറ്റ് കഴിയുമ്പോൾ ഗോൾ രഹിത സമനില. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക്. ഈ സമയം ഡിയോഗോ ജോട്ടയെ ബോക്സിൽ വീഴ്ത്തിയതിന് ലഭിച്ച പെനാൽറ്റി ക്രിസ്ത്യാനോ റൊണാൾഡോ പാഴാക്കുന്നതും കണ്ടു. ഈ യൂറോയിൽ ക്രിസ്ത്യാനോയുടെ ആദ്യ ഗോൾ പിറക്കുമെന്ന് തോന്നിപ്പിച്ച നിമിഷം. റോണോയുടെ ഷോട്ട് മോശമായിരുന്നില്ല. എങ്കിലും ക്ലബ് കരിയറിൽ ഒരുപാട് തവണ ക്രിസ്ത്യാനോയുമായി നേർക്കുനേർ വന്നിട്ടുള്ള യാൻ ഒബ്ലാക്കിനെ മറികടക്കാൻ മാത്രം ആ ഷോട്ടിന് സാധിച്ചില്ല. പെനാൽറ്റി നഷ്ടപ്പെടുത്തിയതിൻ്റെ സങ്കടത്തിൽ ക്രിസ്ത്യാനോയുടെ കരച്ചിലും ആരാധകർക്ക് വേദനയായി. ഇതിനിടയിൽ സ്ലോവേനിയയ്ക്ക് ലഭിച്ച ബിഗ് ചാൻസ് ബെഞ്ചമിൻ സെസ്കോ നഷ്ടപ്പെടുത്തുന്നതും കണ്ടു. ഇവിടെയും രക്ഷകനായത് ഡിയോഗോ കോസ്റ്റ തന്നെ. ഇനി ഫ്രാൻസാണ് ക്വാർട്ടറിൽ പോർച്ചുഗലിൻ്റെ എതിരാളി. ജൂലൈ 6-ന് രാത്രി 12:30-നാണ് മത്സരം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.